എന്റെ എല്ലാ പ്രിയമിത്രങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. എന്റെ പേര് രാഹുൽ. എന്റെ വീട് കൊല്ലം ഉളിയക്കോവിൽ എന്ന സ്ഥലത്താണ്. 32 വയസ്സായി. ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ആലോചനകളൊക്കെ നടക്കുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയനുമുണ്ട്. ഞാൻ കുവൈറ്റിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അനിയൻ +2 പഠിക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം ലീവിന് വന്നപ്പോഴാണ് എന്റെ സുഹൃത്ത് വിഷ്ണു ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നത്. ചവറയിലാണ് പെൺകുട്ടിയുടെ വീട്. അങ്ങനെ അവന്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ രണ്ടുപേരും കൂടി പെണ്ണ് കാണാൻ പോയി. പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. അവിടെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. അവർക്ക് ഏക പെൺകുട്ടിയാണ്. പേര് സരിത. അങ്ങനെ പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി ചായയുമായി വന്നു. കൊള്ളാം, നല്ല വെളുത്തു കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായി. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ തന്നെ നടന്നു. വലിയ ആർഭാടമായിട്ടല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ കൊല്ലത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടന്നു. വിവാഹമെല്ലാം കഴിഞ്ഞ് സരിതയ്ക്ക് വേണ്ടതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ട് ഞാൻ തിരികെ കുവൈറ്റിലേക്ക് പോയി. പിന്നെ അങ്ങോട്ട് ദിവസവും ഫോണിൽ കൂടി വീഡിയോ കോളിലായി. സരിതയുടെ അച്ഛന് ചവറയിലുള്ള ടൈറ്റാനിയം കമ്പനിയിലായിരുന്നു ജോലി. വീഡിയോ കോൾ ചെയ്യുമ്പോൾ അമ്മായിയമ്മയുമായും ദിവസവും സംസാരിക്കും. അമ്മായിയമ്മയെ കുറിച്ച് പറഞ്ഞാൽ ഒരു 48 വയസ്സ് പ്രായം വരും. സരിതയെ പോലെയല്ല. അവരെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. തടിച്ചു കൊഴുത്ത്, എന്റെ പൊന്നോ, ആ പിന്നഴക് നോക്കി നിന്ന് പോകും. ഗോതമ്പിന്റെ കളറാണ് അവർക്ക്. സത്യം പറഞ്ഞാൽ അവരുമായി വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ചിരിക്കുമ്പോൾ ഇരു ചെള്ളയിലും വിരിയുന്ന ആ നുണക്കുഴികൾ ഏതൊരു പുരുഷനെയും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അവിടെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ തന്നെ സരിതയുടെ കൂടെ ഒരു ഷിഫോൺ സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്ന അവരെ ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു. കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവരെ കാണാൻ. എല്ലാം കഴിഞ്ഞ് അവർ അകത്തേക്ക് തിരികെ നടന്നപ്പോൾ എന്റെ സകല നിയന്ത്രണവും വിടുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വിളിയും പറച്ചിലും വീഡിയോ കോളിലും കൂടി ഞാൻ എന്റെ അമ്മായിയമ്മയോട് കൂടുതൽ അടുത്തു. എന്നെയും അമ്മായിയമ്മയ്ക്ക് വളരെ കാര്യമായിരുന്നു. രാഹുൽ മോനെ എന്ന വിളിക്ക് 7 ജീവനായിരുന്നു. എങ്കിലും ഞാനും അമ്മായിയമ്മയും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളെ പോലെ തന്നെയായിരുന്നു. ഇടയ്ക്കിടെ ഞാൻ അമ്മായിയമ്മയുടെ ഗ്ലാമറിനെ കുറിച്ചൊക്കെ പൊക്കി പറഞ്ഞ് സുഖിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ നാണവും ആ ചുവന്ന അതരങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിയും എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തിയെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അമ്മായിയമ്മയുമായി വീഡിയോ കോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ സരിതയെ പെട്ടെന്ന് നാട്ടിലിട്ടേച്ചു പോയെന്നും പറഞ്ഞ് അമ്മായിയമ്മ സങ്കടപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തു ചെയ്യാനാ അമ്മേ, കമ്പനി ജോലിയല്ലേ, നമ്മുടെ ഇഷ്ടത്തിനൊന്നും അവർ ലീവ് തരില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ട് മനസമാധാനത്തോടെ ഒന്ന് ആസ്വദിക്കാൻ പോലും പറ്റിയില്ല. എന്റെ വായിൽ നിന്ന് അറിയാതെ അങ്ങ് വീണുപോയി. ഇത് കേട്ടത് അമ്മായിയമ്മയുടെ ആ ചെഞ്ചുണ്ടിലൂടെ ഒരു പുഞ്ചിരി മിന്നി മറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നല്ല അടിപൊളി ഒരു പെണ്ണിനെ കെട്ടിച്ചു തന്നിട്ട് അവൻ വല്ല നാട്ടിലും പോയി കിടക്കുന്നു. നിനക്ക് അവിടെ കിടന്ന് സൂഹിക്കാമല്ലോ. ആരറിയാനാ? ഓ, എന്തു അമ്മേ ഇവിടെ സുഖം, ജീവിക്കാൻ വേണ്ടിയല്ലയോ? അവിടെ അമ്മ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ഒരു പെണ്ണും അതിനേക്കാൾ ഉപരി അടിപൊളി ഒരു അമ്മായിയമ്മയെ ഒറ്റയ്ക്കാക്കി പോന്നിട്ട് ഇവിടെ എന്തു സൂഹിക്കാനാ? നീ ഒന്ന് പോടാ, കലിപ്പിക്കാതെ. ഇത്രയും പ്രായമുള്ള നമ്മളെയൊക്കെ ആര് നോക്കാനാടാ? ആര് നോക്കാനാണെന്നോ? കൊള്ളാം. അമ്മ എന്തുവായി പറയുന്നേ? ആര് നോക്കിയില്ലേലും ഞാൻ നോക്കൂ എന്റെ അമ്മായിയമ്മയെ. പിന്നെന്തു വേണം? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ 2-3 ദിവസത്തേക്ക് വിളിയും പറച്ചിലും ഒന്നുമില്ലായിരുന്നു. ഇനി ഞാൻ പറഞ്ഞത് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലേ? ഞാൻ ഓർത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഞാൻ ആഹാരമെല്ലാം കഴിച്ച് കിടക്കാനായി ഒരുങ്ങുമ്പോഴാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നത്. എന്തുണ്ട് മോനെ വിശേഷം എന്നും ചോദിച്ച്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ തിരിച്ച് റിപ്ലൈ വിട്ടു, സുഖമാണമ്മേ. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലടാ മോനെ, ഉറക്കം വന്നില്ല. 2-3 ദിവസമായല്ലോ അമ്മയെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞിട്ട്. അമ്മയ്ക്ക് എന്താ, എന്നോട് ദേഷ്യം വല്ലതും ഉണ്ടോ? ദേഷ്യമോ? ഏയ്, ഇവിടെ വേറെ വിശേഷമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. പക്ഷേ 2-3 ദിവസം നിന്റെ സംസാരം കേൾക്കാഞ്ഞപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം. അതാ ഞാൻ നിനക്ക് മെസ്സേജ് വിട്ടത്. ഞാനങ്ങ് പേടിച്ചു പോയമ്മേ. ഇനിയിപ്പോ എന്റെ വായിൽ നിന്നെങ്ങാനും വേണ്ടാത്തത് വല്ലതും വീണത് കൊണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു. ഓ, ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ സരിതയേക്കാൾ കാണാൻ ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ ഉള്ള കാര്യമാ അമ്മേ പറഞ്ഞത്.
പോടാ, നിന്റെ ഒരു ഉള്ള കാര്യം. നീ പറഞ്ഞത് ഞാൻ 2-3 ദിവസം കിടന്ന് ആലോചിക്കുകയായിരുന്നു. പിന്നെ എന്താ അമ്മ ഒരു പിന്നെ? അല്ലടാ, നീ അത് പറഞ്ഞു കേട്ടപ്പോൾ ഒരു പൊടി സുഖമൊക്കെ ഉണ്ടായിരുന്നു. അമ്മായിയമ്മയുടെ ആ പറച്ചിൽ കേട്ടതും എന്റെ ഹൃദയമിടിപ്പ് കൂടി. എന്റെ തൊണ്ട വറ്റി വരണ്ടു. ഈശ്വര, അമ്മായിയമ്മ വീണെന്നാ തോന്നുന്നത്. ഇനി ലീവിന് നാട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ കൂടി എല്ലാം റെഡിയാക്കി വെക്കണം. ഞാൻ ആലോചിച്ചു. അമ്മയെ സത്യം പറഞ്ഞാൽ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ സരിതയേക്കാൾ ഉപരി ഞാൻ അമ്മയാണ് നോക്കിയത്. അവളെക്കാളും സുന്ദരി എന്റെ അമ്മായിയമ്മ തന്നെയാണ്. അല്ലേലും ഈ സ്ത്രീകളുടെ സൗന്ദര്യം പൊക്കിപ്പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാകുമെന്നാണ് സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രം. ഞാൻ നിന്റെ ഭാര്യയുടെ അമ്മയല്ലേടാ മോനെ. അതിനും മാത്രം സൗന്ദര്യം എനിക്കുണ്ടോ? അമ്മയെ ഞാൻ പറഞ്ഞത് സത്യമാ. അമ്മയെ കാണാൻ ഒരു പ്രത്യേക അട്രാക്ഷനാ. ഏതൊരു പുരുഷനും ഇഷ്ടപ്പെടുന്ന ഒരു ആകർഷണീയത. അപ്പുറത്തു നിന്ന് അടക്കിപ്പിടിച്ച ഒരു ചിരിയാണ് ഞാൻ കേട്ടത്. അതെനിക്ക് മുന്നോട്ട് ധൈര്യപൂർവം പോകാമെന്ന് ഒരു ആത്മവിശ്വാസം നൽകി. ആ, എന്തായാലും നീ പറഞ്ഞ് എന്നെയാ നീ നോക്കിയതെന്ന്. എന്നാൽ പിന്നെ ബാക്കിയും കൂടി പറയടാ. നിന്റെ പറച്ചില് കേൾക്കാൻ ഒരു പൊടി സുഖമൊക്കെ ഉണ്ട്. അമ്മായിയമ്മയുടെ ആ പറച്ചിൽ കേട്ട് എനിക്കൊരു തരിപ്പ് അനുഭവപ്പെട്ടു. എനിക്ക് ആകെ സന്തോഷമായി. സത്യം പറഞ്ഞാൽ അമ്മയെ ഓർക്കാത്ത ഒരു ദിവസവുമില്ല. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ ഷിഫോൺ സാരിയിൽ അണിഞ്ഞൊരുങ്ങി നിന്ന അമ്മ അന്ന് എന്റെ മനസ്സിൽ കയറി കൂടിയതാണ്. എനിക്ക് ഇനിയും ഇത് ഉള്ളിലൊതുക്കി നടക്കാൻ വയ്യ. എനിക്ക് ഒരുപാട് ഇഷ്ടമാ അമ്മയെ. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. എന്നിട്ട് അമ്മായിയമ്മയുടെ മറുപടി കേൾക്കാൻ കാത്തിരുന്നു. രണ്ടുപേരുടെ ഇടയിലും ഒരു മൗനം. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം പതിഞ്ഞ സ്വരത്തിൽ മോനെ എന്നൊരു വിളി. ആ വിളി എന്റെ സിരകളിൽ തീ ആളിപ്പടർന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു അന്ന് നിന്റെ നോട്ടങ്ങളൊക്കെ. അതെവിടെയൊക്കെയാ നിന്റെ ആ നോട്ടം ചെന്ന് പെട്ടത്? പക്ഷേ അത് ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അത് അപ്പോഴത്തെ ഒരു കുസൃതിയാകുമെന്ന് കരുതി. നിന്നെപ്പോലൊരാളുടെ ഉറക്കം കളയാൻ വേണ്ടി മാത്രം ഗ്ലാമർ ഈ പ്രായത്തിൽ എനിക്ക് ഉണ്ടോടാ മോനെ? ഉണ്ടമ്മേ, ഉണ്ട്. അമ്മയുടെ ആ ഭംഗി, ആ നുണക്കുഴി വിരിയുന്ന ആ ചിരി ആരെയും കൊതിപ്പിക്കും. അതെല്ലാം എന്നെയും കൊതിപ്പിക്കുന്നു. അതോർത്ത് എന്റെ ഉറക്കവും നഷ്ടപ്പെടുന്നമ്മേ. എനിക്കിപ്പോൾ തന്നെ അമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അതിന്റെ പ്രതികരണം. കളിയാക്കാതടാ ഈ പാവം കിളവിയെ. അമ്മയെ ഞാൻ കളിയാക്കിയതല്ലമ്മേ. അമ്മയെ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ എനിക്കിവിടെ ഇരിപ്പുറക്കുന്നില്ല. നിന്റെ ഭാര്യയുടെ അമ്മയല്ലേടാ ഞാൻ. നീ അവളെയല്ലേ ഇങ്ങനെയൊക്കെ കാണേണ്ടത്, എന്നെയാണോ മോനെ? അമ്മ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ എന്തോ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു സ്നേഹമാണ് എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അമ്മയെ മറക്കാനും പറ്റാത്തത്. ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ അമ്മ എനിക്ക് സാധിച്ചു തരുമോ? എന്താടാ ഒരു നാണത്തിൽ കലർന്ന ചോദ്യം. അതെ, ചിലപ്പോൾ ഞാൻ അടുത്ത മാസം നാട്ടിലേക്ക് വരും. അപ്പോൾ അമ്മ അന്നത്തെ കൂട്ടൊരു സാരി ഉടുത്തു വേണം എന്നെ വിളിക്കാൻ സരിതയുടെ കൂടെ വരാൻ. ഓ, അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു. എന്ത്? അമ്മ എന്ത് വിചാരിച്ചു? ഏയ്, ഒന്നുമില്ലടാ. അല്ലല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലടാ മോനെ. അമ്മയുടെ ആ പതിഞ്ഞ ചിരി എനിക്ക് മനസ്സിലായി കേട്ടോ. അതൊക്കെ ഞാനങ്ങ് നാട്ടിൽ വന്നിട്ട് പോരെ. ഒന്ന് പോടാ ചക്ക. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് സമയം നീങ്ങി. ഒടുവിൽ ഫോൺ കട്ട് ചെയ്ത് കിടന്നുറങ്ങി. അങ്ങനെ പിന്നീട് വീട്ടിൽ പോകാനുള്ള കാത്തിരിപ്പിലായി. ആ ദിവസവും ഇങ്ങ് വന്നെത്തി. ഞാനിന്ന് നാട്ടിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സരിതയുടെ കൂടെ അമ്മയും അണിഞ്ഞൊരുങ്ങി എന്നെ വിളിക്കാൻ വന്നു. സരിത കാണാതെ ഞാൻ അമ്മയെ അടിമുടിയൊന്ന് നോക്കി. നേരത്തേക്കാൾ കുറച്ചുകൂടി സുന്ദരിയായി അമ്മയെന്ന് എനിക്ക് തോന്നി. എന്റെ ആ നോട്ടം കണ്ടിട്ടാകണം അമ്മ നാണിച്ച് മുഖം താഴ്ത്തി നിന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. തിരക്കെല്ലാം കഴിഞ്ഞ് ഞാനും സരിതയും അമ്മായിയമ്മയും മാത്രമായി വീട്ടിൽ. അച്ഛൻ രാവിലെ തന്നെ അങ്ങ് കമ്പനിയിലേക്ക് പോകും. ഒരു ദിവസം രാവിലെ സരിത കുളിച്ചൊരുങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഞാൻ വടക്കേലെ ചന്ദ്രിയ ചേച്ചിയുമായിട്ട് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം. അമ്മ വരുന്നില്ലേടി? ഞാൻ വീണ്ടും ചോദിച്ചു. ഓ ഇല്ല, ഇവിടെ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ രാവിലെ ചേട്ടന് കഴിക്കാനുള്ള കാപ്പിയൊക്കെ ഒരുക്കുന്നു. എനിക്കത് കേട്ട് എന്റെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. ഞാൻ പോയിട്ട് വരാം കേട്ടോ ചേട്ടാ. സരിത യാത്ര പറഞ്ഞിറങ്ങി. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. കളയാൻ അധിക സമയമില്ല. 1-2 മണിക്കൂറിനകം സരിത അമ്പലത്തിൽ നിന്നിങ്ങ് തിരിച്ചെത്തും. ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. എന്നെ കണ്ടതും അമ്മ എന്നെ നോക്കിയൊന്ന് ഊറിച്ചിരിച്ചു. എന്റെ ആഗ്രഹം കൈയെത്തുന്നിടത്ത് എത്തിപ്പിടിച്ച നിമിഷങ്ങളായിരുന്നു അത്. അമ്മായിയമ്മയെ നോക്കി ഞാനും ഒന്ന് ചിരിച്ചു.
ആരുമാരും ഒന്നും മിണ്ടിയില്ല. എല്ലാം ആ രണ്ടുപേരുടെ ചിരിയിലും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്നത് വിവരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു.